നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആലത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. എറിയാട് ചീട്ടുകളിക്കുകയായിരുന്ന യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആലത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. വിജയകുമാറിന്റെ ഫോൺ അടക്കം പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. രാത്രി ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയുമായി കോട്ടയത്ത് നിന്നുള്ള സംഘം പുറപ്പെട്ടു. ഇന്നലെ വൈകിട്ടാണ് പ്രതി മാളയിൽ എത്തിയതെന്നാണ് വിവരം. ഒറ്റയ്ക്കാണ് മാളയിൽ എത്തിയത്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ മാളയിൽ കണ്ടെത്തിയ പോലീസ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തുകയായിരുന്നു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച അസം സ്വദേശികളായ 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതക വിവരം അറിഞ്ഞുകൊണ്ടാണോ പ്രതിയെ ഒളിവിൽ പാർപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആരായുന്നത്. കൊലപാതക വിവരം അസം സ്വദേശികൾക്ക് അറിയാമെങ്കിൽ പ്രതി ചേർക്കും. പ്രതിയിൽ നിന്ന് വിജയകുമാറിന്റെ രേഖകൾ കണ്ടെത്തി. തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള രേഖകളാണ് പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത്. 15,000 രൂപയും പ്രതിയെ പിടികൂടുന്ന സമയം കൈവശം ഉണ്ടായിരുന്നു. മീഡിയ ടൈം മാള. എറിയാട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി ചിറ്റേഴപ്പാടത്ത് ജോഷിക്കാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ AR മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ട് മഞ്ഞളിപ്പാലത്തിന് സമീപമായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്ന ജോഷിയെ ഇക്ബാൽ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പൂർവ്വ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിറകിലെന്ന് പോലീസ് പറഞ്ഞു. ദേശീയപാത 66 കയ്പമംഗലം അറബുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോർമറും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ ഇടിച്ച ശേഷം മുന്നോട്ട് നീങ്ങി മറ്റൊരു പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത്. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് അറവുശാലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. KSEB അധികൃതർ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അന്നമനട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റും നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കീഴടൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിതസമൃദ്ധി പൈതൃകക്കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. കരിക്കാട്ടിച്ചാൽ നീർത്തടത്തിന് സമീപം സംഘം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പാണ് കത്തിച്ചിരിക്കുന്നത്. തരിച്ചു കിടന്നിരുന്ന സ്ഥലത്താണ് പാടശേഖര സമിതി 12 വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നത്. ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റും നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്തി ശിക്ഷ നൽകുന്നില്ലെന്നും കൊരട്ടിപ്പള്ളം പാടശേഖര സമിതി പ്രസിഡന്റ് മേലടൂർ ചക്കാലക്കൽ ജെന്നി പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു 30 ഏക്കറോളം സ്ഥലത്തോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷി സ്ഥലത്തിലേക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നിങ്ങൾ കാണുന്നത്. 2 മോട്ടറുകളുണ്ട്. അതിലൊരു വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന മോട്ടറിൻ്റെ പൈപ്പ് അതിൻ്റെ അടിയിൽ പെട്രോൾ ഒഴിച്ച് ടയർ ഇട്ട് തീ കൊത്തിച്ച് ആ പൈപ്പ് അവിടെ ഉരുക്കി കളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇവിടെ എന്നും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കലൊഴിച്ച് അതിന് തക്കതായ നടപടികളൊന്നും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. പോലീസ് വരുന്നത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അവർ പകൽ ലൈറ്റ് ഇട്ടും അല്ലെങ്കിൽ രാത്രി ഓൺ അടിച്ച് ഇവിടെ വന്ന് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓടിപ്പോകും. കൃത്യമായിട്ടൊരു എന്താ പറയുക, അവരൊരു ഷാഡോ പോലീസിനെ വെച്ച് കൃത്യമായിട്ട് ഇവിടെ നൈറ്റ് ഒരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
കർഷകൻ ചക്കാലക്കൽ ജേക്കബും ഒപ്പമുണ്ടായിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മോട്ടോർ പമ്പ് പൈപ്പ് കത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ കൃഷി സംവിധാനം തകർത്ത് കളഞ്ഞ് ഇവിടെ അവരുടെ സൗകര്യ വിഹാരത്തിന് വേണ്ടി ഈ പാടശേഖരത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ നമ്മളെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച് നമ്മൾ മടുത്ത് മാറിപ്പോകണം. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം കൂടി ഞങ്ങൾക്ക് ഉണ്ടായാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ സാധാരണ കൃഷിക്കാർ ഇവരോട് മല്ലടിച്ച് നിൽക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് മാത്രമേ അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മീഡിയ ടൈം, മാള. ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുടെ ആചാരങ്ങളിലൂടെ ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്നും ജനാധിപത്യവും മതേതരത്വവുമാണ് ഇന്ത്യയുടെ ആത്മാവെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ്ങ്. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ VS ജമാൽ നയിച്ച സാഹോദര്യ പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സാഹോദര്യ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടേണ്ടുന്നതിൻ്റെ അനിവാര്യതകളെക്കുറിച്ചാണ് സമൂഹത്തോട് വെൽഫെയർ പാർട്ടി സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. മാള വട്ടക്കോട്ട സബ്സ്റ്റേഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച യാത്ര TH ഹൈദ്രോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കനകക്കുന്ന് അംബേദ്കർ ഗ്രാമം, ശങ്കരൻകുഴി റോഡ്, പ്ലാവിൻമുറി, മദ്രസ ജംഗ്ഷൻ എന്നിവയിലൂടെ സഞ്ചരിച്ച് മാള പള്ളിപ്പുറം താണിക്കാട് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലും പരക്കെ നാശം. പാലസ് റോഡിൽ മരം കടപുഴകി വീണ് വൈദ്യുത ബന്ധം താറുമാറായി. സ്വരാജ് റൗണ്ടിൽ ബിനി ജംഗ്ഷനിലും മരം ഒടിഞ്ഞു വീണു. MG റോഡിൽ ഉൾപ്പെടെ പരസ്യ ബോർഡുകൾ നിലം പൊത്തി. കുറുപ്പം റോഡിൽ ഉൾപ്പെടെ പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി. അയ്യന്തോൾ തൃക്കുമാരക്കുടം റോഡിലും മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി. വൈകിട്ട് 7 മണിയോടെ ആരംഭിച്ച മഴ 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആലത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് റാങ്ങിനെ പിടികൂടിയത്. എറിയാട് ചീട്ട് കളിക്കുകയായിരുന്ന യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കർഷകർ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.